ലെബനനിൽ ഹിസ്ബുള്ള ഭീകരന്മാർക്കെതിരെ ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സിന്റെ വമ്പൻ ആക്രമണം. ഹിസ്ബുള്ള ഭീകരന്മാർ സഞ്ചരിച്ചിരുന്ന വാഹനത്തിന് നേരെയാണ് ഇസ്രായേലിന്റെ കനത്ത വ്യോമാക്രമണം ഉണ്ടായത്. ആക്രമണത്തിൽ വാഹനം പൂർണ്ണമായും തകർന്നു. പൊട്ടിത്തെറിച്ച വാഹനത്തിനുള്ളിൽ നിരവധി ഹിസ്ബുള്ള ഭീകരന്മാർ ഉണ്ടായിരുന്നു എന്നുള്ള വിവരമാണിപ്പോൾ ഇസ്രായേലി സേന വെളിപ്പെടുത്തുന്നത്. തെക്കൻ ലെബനന് സമീപമുള്ള ജബായ പ്രദേശത്താണ് കഴിഞ്ഞ ദിവസം ഏറ്റവും രൂക്ഷമായ ആക്രമണം നടന്നത്. ഇസ്രായേലി സേനയുടെ വ്യോമസേന കൃത്യമായി തന്നെ ഹിസ്ബുള്ളയുടെ നീക്കങ്ങൾ നിരീക്ഷിച്ചു വരികയായിരുന്നു. തെക്കൻ ലെബനനിലെ ജബായ പ്രദേശത്ത് നിന്നും മറ്റൊരു ഹിസ്ബുള്ള സൈറ്റിലേക്ക് ആയുധങ്ങളുമായി നീങ്ങുകയായിരുന്ന ഹിസ്ബുള്ള ഭീകരന്മാർ സഞ്ചരിച്ചിരുന്ന വാഹനം. ഈ വാഹനത്തിനെ കൃത്യമായി പിന്തുടർന്ന ഇസ്രായേലിന്റെ ഡ്രോണുകൾ ഈ വാഹനത്തിന്റെ കൃത്യമായ ദിശ തന്നെ ഇസ്രായേലി വ്യോമസേനയെ കൈമാറുകയും ഇസ്രായേലി വ്യോമസേനയുടെ ഫൈറ്റർ ജെറ്റുകളിൽ നിന്നുള്ള ഒരു അതിരൂക്ഷമായിട്ട് റോക്കറ്റ് ആക്രമണം അത് ഈ വാഹനത്തിന്മേൽ പതിക്കുകയും ചെയ്തു. നിമിഷ നേരം കൊണ്ട് തന്നെ ഈ വാഹനം ഒരു തീഗോളമായി മാറുന്ന ഏറ്റവും ത്രില്ലിംഗ് ആയിട്ടുള്ള വീഡിയോയും ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ് ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട്. ഈ വാഹനത്തിനുള്ളിൽ നിരവധി ഹിസ്ബുള്ള ഭീകരന്മാർ ഉണ്ടായിരുന്നുവെന്നും ഇവർ തെക്കൻ ലെബനനിലെ ഒരു പ്രധാനപ്പെട്ട ഹിസ്ബുള്ളയുടെ ആയുധ കേന്ദ്രങ്ങളിലേക്ക് ആയുധങ്ങൾ മാറ്റുന്നതിനുള്ള ശ്രമം നടത്തുന്നതിനിടയിലാണ് ആക്രമണം ഉണ്ടായതെന്നുമാണ് ഇപ്പോൾ IDF വ്യക്തമാക്കുന്നത്. എന്തായാലും ജബായ പ്രദേശത്തെ ഹിസ്ബുള്ളയ്ക്കെതിരെ നടക്കുന്ന ഏറ്റവും തന്ത്രപ്രധാനമായ ഒരു ആക്രമണമാണ് കഴിഞ്ഞ ദിവസം ഇസ്രായേലി സേന നടത്തിയത്. തെക്കൻ ലെബനനിലെ വിവിധ മേഖലകളിൽ ഹിസ്ബുള്ളയുടെ പുനരുജ്ജീവനവും തിരിച്ചുവരവിനുള്ള പരിശ്രമങ്ങൾ ഹിസ്ബുള്ള നടത്തുന്നുണ്ട്. ഇതിനെ മുളയിലെ നുള്ളുകയാണ് ഇസ്രായേലി സേന. ഇതിനെതിരെ ഈ പുനരുജ്ജീവനത്തിനുള്ള ഈ ശ്രമങ്ങൾക്ക് നേരെ അതിരൂക്ഷമായ ആക്രമണമാണ് ഹിസ്ബുള്ളയ്ക്കെതിരെ ഇസ്രായേലി സേന ലെബനനിലുടനീളം നടത്തുന്നത്. അതിൽ ഏറ്റവും ഒടുവിലത്തെ ആക്രമണമാണ് കഴിഞ്ഞ ദിവസം ജബായ മേഖലയിലേക്ക് നടത്തിയതെന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. നീങ്ങുന്ന റോഡിലൂടെ അതിവേഗത്തിൽ നീങ്ങുന്ന ഒരു ട്രക്കിന് കണക്കെയുള്ള ഒരു വാഹനം, ആ വാഹനത്തെ പിന്തുടർന്നുകൊണ്ട് ഇസ്രായേലിന്റെ ഡ്രോണുകൾ വ്യോമസേനയുടെ ആ നിരീക്ഷണ റഡാറിൽ ഈ അതിവേഗം നീങ്ങുന്ന ഈ വാഹനം, ആ വാഹനത്തെ ഒരു നിമിഷം കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും ആ വാഹനത്തിന് മുകളിലേക്ക് അതിഭീകരമായൊരു റോക്കറ്റ് ആക്രമണം ഉണ്ടാകുന്നു. റോഡിൽ വലിയ അഗ്നിഗോളങ്ങൾ നിറച്ചുകൊണ്ട് വലിയൊരു ശബ്ദത്തോടുകൂടി വൻപൻ പൊട്ടിത്തെറി റോഡിൽ ഉണ്ടാകുന്നു. തുടർന്ന് ഈ വാഹനത്തിന്റെ ഓരോ ഭാഗങ്ങളും ദൂരേക്ക് തെറിച്ചു മാറുന്നു. വലിയ ഒരു തീഗോളമായി ഈ വാഹനത്തിന്റെ അവശിഷ്ടങ്ങൾ മാറുന്ന ഒരു കാഴ്ച. ഇതാണ് ഇപ്പോൾ ഈ IDF പുറത്തുവിട്ടിരിക്കുന്ന ഏറ്റവും ത്രില്ലിംഗ് ആയിട്ടുള്ള ഏറ്റവും ആവേശകരമായിട്ടുള്ള ഒരു വീഡിയോ. ആ വീഡിയോയാണ് ഹിസ്ബുള്ള ഭീകരന്മാർ സഞ്ചരിച്ച വാഹനത്തെ ആക്രമിച്ച് തകർക്കുന്ന ഇസ്രായേലി സേനയുടെ ഈ വീഡിയോ. എന്തായാലും ഈ ആക്രമണത്തിൽ നിരവധി ഹിസ്ബുള്ള ഭീകരന്മാരെ വധിച്ചു എന്നാണ് ഇസ്രായേൽ ഇപ്പോൾ അവകാശപ്പെടുന്നത്. എന്തായാലും നിലവിൽ ഹിസ്ബുള്ളയ്ക്കും ഇസ്രായേലി സേനയ്ക്കും ഇടയിൽ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിലുണ്ട്. ആ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിലുള്ളപ്പോഴും ഹിസ്ബുള്ളയ്ക്കെതിരെ മാരകമായ ആക്രമണം തന്നെയാണ് കഴിഞ്ഞ 1-2-3 മാസത്തിനിടയിൽ ഇസ്രായേലി സേന നടത്തിക്കൊണ്ടിരിക്കുന്നത്. 2024 മെയ്യിലാണ് ഇസ്രായേലിനും ഹിസ്ബുള്ളയ്ക്കും ഇടയിൽ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നത്. അതിനുശേഷവും 1900-ലധികം ആക്രമണങ്ങൾ ഇസ്രായേലി സേന ലെബനനിൽ ഹിസ്ബുള്ളയ്ക്കെതിരെ നടത്തിയെന്നാണ് ഹിസ്ബുള്ള അവകാശപ്പെടുന്നത്. ഇത് നഗ്നമായ വെടിനിർത്തൽ ലംഘനമാണ്. എല്ലാ വെടിനിർത്തൽ കരാറുകളെയും ഇസ്രായേലി സേന കാറ്റിൽ പറത്തിയിരിക്കുന്നു എന്നാണ് ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട ആരോപണം. എന്നാൽ ഇത് ഇസ്രായേലി സേന അംഗീകരിക്കുന്നില്ല. വെടിനിർത്തൽ കരാർ ഇപ്പോഴും നിലവിലുണ്ട്. എന്നാൽ വെടിനിർത്തൽ കരാറിന് നഗ്നമായ ലംഘനം നടത്തുന്നത് ഹിസ്ബുള്ളയാണ്. വീണ്ടും ഇസ്രായേലി സേനയെ ആക്രമിക്കാനുള്ള മുന്നൊരുക്കങ്ങൾ ഹിസ്ബുള്ള നടത്തുന്നു. അതിനുവേണ്ടി ആയുധങ്ങൾ വാങ്ങിക്കൂട്ടുന്നു. അതിനുവേണ്ടിയുള്ള റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷനുകൾ നിർമ്മിക്കുന്നു. അതിനുവേണ്ടിയുള്ള മിസൈൽ ലോഞ്ചിങ് സ്റ്റേഷനുകൾ നിർമ്മിക്കുന്നു. ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇസ്രായേലി സേന ഭാവിയിൽ തങ്ങൾക്കെതിരെ വരാനിരിക്കുന്ന ആപത്തിനെ മറികടക്കാൻ വേണ്ടി ആക്രമണം രൂക്ഷമാക്കുന്നതെന്നാണ് ഇസ്രായേലി സേന നൽകുന്ന മുന്നറിയിപ്പുകൾ. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, ഹിസ്ബുള്ളയ്ക്കെതിരെയുള്ള ആക്രമണത്തിന്റെ അവസാന ഘട്ടത്തിലാണ് ഇസ്രായേലി സേന. നേരത്തെ തെക്കൻ ലെബനനിലുള്ള ഒരു പാലസ്തീനി അഭയാർത്ഥി ക്യാമ്പിന് നേരെ ഇസ്രായേലി സേന ആക്രമണം നടത്തിയിരുന്നു. ആ അഭയാർത്ഥി ക്യാമ്പിന്റെ മറവിൽ ഹിസ്ബുള്ളയുടെ ഓപ്പറേഷൻ സെന്ററുകളും ഹിസ്ബുള്ളയുടെ ട്രെയിനിങ് ക്യാമ്പുകളും പ്രവർത്തിക്കുന്നു എന്ന് കണ്ട സാഹചര്യത്തിലാണ് ആ പാലസ്തീൻ അഭയാർത്ഥി ക്യാമ്പിന് നേരെ ഇസ്രായേലിന്റെ രൂക്ഷമായ ആക്രമണം ഉണ്ടായത്. ആ ക്യാമ്പിന്റെ മറവിൽ പ്രവർത്തിച്ചിരുന്ന ഹമാസിന്റെയും ഹിസ്ബുള്ളയുടെയും
ട്രെയിനിങ് ക്യാമ്പുകളെ ഛന്ന ഭിന്നമാക്കി ഇസ്രായേൽ ആക്രമണം എന്നുള്ള വാർത്തകളാണ് പുറത്തു വന്നത്. എന്തായാലും ഏറ്റവും നിർണായകമായ ഒരു ആക്രമണം കൂടി തെക്കൻ ലെബനനിലേക്ക് ഇസ്രായേലി സേന നടത്തിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം തെക്കൻ ലെബനനിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്ന ഒരു വാഹനത്തിൽ പോകുകയായിരുന്ന ഹിസ്ബുള്ള ഭീകരന്മാർക്ക് നേരെയാണ് ഇസ്രായേലിന്റെ ആക്രമണം ഉണ്ടായത്. ഈ ആക്രമണത്തിൽ നിരവധി ഹിസ്ബുള്ള ഭീകരന്മാർ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ IDF പുറത്തുവിടുന്നത്. 2023 ഒക്ടോബർ മാസം 7 ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചതിന് പിന്നാലെയാണ് തെക്കൻ ലെബനനിൽ നിന്നും വ്യാപകമായ രീതിയിലുള്ള റോക്കറ്റ് ആക്രമണവും മിസൈൽ ആക്രമണവും ഇസ്രായേലിന് നേരെ ഹിസ്ബുള്ള നടത്തുന്നത്. ഹിസ്ബുള്ളയുടെ ഭീകരന്മാർ തെക്കൻ ലെബനനിലെ കെട്ടിടങ്ങൾക്ക് മുകളിൽ, തെക്കൻ ലെബനനിലെ വീടുകൾക്ക് മുകളിലൊക്കെ തന്നെ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷനുകളും അതുപോലെ മിസൈൽ ലോഞ്ചിങ് സ്റ്റേഷനുകളും സ്ഥാപിക്കുകയായിരുന്നു. വടക്കൻ ഇസ്രായേലിലെ സാധാരണക്കാരെ ലക്ഷ്യമിട്ടായിരുന്നു ഹിസ്ബുള്ളയുടെ ഈ ആക്രമണങ്ങൾ എല്ലാം തന്നെ. ഈ ആക്രമണങ്ങൾ രൂക്ഷമായ സാഹചര്യത്തിൽ 50,000-ഓളം വരുന്ന വടക്കൻ ഇസ്രായേലികൾ ആ നാട് വിട്ട് മറ്റെങ്ങോട്ടേക്കോ പലായനം ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഇത് ഇസ്രായേലിനെ വല്ലാതെ നൊമ്പരപ്പെടുത്തിയ ഒരു സംഭവമാണ്. ഇതിന് പിന്നാലെയാണ് തെക്കൻ ലെബനനിലേക്ക് ഇസ്രായേലിന്റെ അതിരൂക്ഷമായ ആക്രമണം ഉണ്ടാകുന്നത്. 65 ദിവസം നീണ്ടുനിന്ന വളരെ ആവേശകരമായിട്ടുള്ള ഒരു യുദ്ധം തന്നെയായിരുന്നു ഇസ്രായേലി സേന തെക്കൻ ലെബനനിൽ ഹിസ്ബുള്ളക്കെതിരെ നടത്തിയത്. തെക്കൻ ലെബനനിൽ മാത്രമല്ല, ലെബനന്റെ എല്ലാ ഭാഗത്തേക്കും ഇസ്രായേലിന്റെ ഫൈറ്റർ ജെറ്റുകൾ തീതുപ്പി ബോംബ് വർഷിച്ചു. ഒടുവിൽ ലെബനന്റെ ആസ്ഥാനമായ ബെയ്റൂട്ടിലെ ഹിസ്ബുള്ള ആസ്ഥാനത്തിന് നേരെയായിരുന്നു ഇസ്രായേലിന്റെ മാരകമായ ആക്രമണം. 10 കണക്കിന് കിലോ ഭാരമുള്ള ക്ലസ്റ്റർ ബോംബുകളാണ് ഹിസ്ബുള്ള ആസ്ഥാനത്തേക്ക് ഇസ്രായേലി സേന പ്രയോഗിച്ചത്. ആ ആക്രമണത്തിൽ ഹസൻ നസറുള്ള എന്നറിയപ്പെടുന്ന പതിറ്റാണ്ടുകൾ ഹിസ്ബുള്ളയെ നയിച്ച ഹിസ്ബുള്ളയുടെ നേതാവടക്കമുള്ളവർ കൊല്ലപ്പെട്ടു. 1ാം നിരയും 2ാം നിരയും 3ാം നിരയും നേതാക്കളെ വധിച്ചു ഇസ്രായേലി സേന. അങ്ങനെ ഹിസ്ബുള്ള എന്ന ഭീകര സംഘടനയുടെ നട്ടലൊടിച്ചു. ഒടുവിൽ ഇസ്രായേലിന്റെ ആക്രമണത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ, ഇസ്രായേലിന് മുന്നിൽ പ്രതിരോധിച്ചു നിൽക്കാൻ കഴിയാതെ പൂർണ്ണമായും വെടിനിർത്തലിന് വഴങ്ങേണ്ടി വന്നു ഹിസ്ബുള്ളയ്ക്ക്. ഇസ്രായേലിന് മുന്നിൽ ആയുധം വെച്ച് കീഴടങ്ങി ഹിസ്ബുള്ള എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിന് പിന്നാലെയാണ് വീണ്ടും ഇറാന്റെ ആയുധങ്ങൾ സ്വരൂപിച്ചുകൊണ്ട് സിറിയയിൽ നിന്നുള്ള ആയുധ സഹായത്തോടുകൂടി വീണ്ടും പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചു വരാൻ ഹിസ്ബുള്ള പരിശ്രമിക്കുന്നത്. എന്നാൽ അതിനെ മുളയിലേ നുള്ളുകയാണ് ഇസ്രായേലി ആക്രമണങ്ങൾ. ഹിസ്ബുള്ളയുടെ പുനരുജ്ജീവനത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങളെ പാടെ നശിപ്പിക്കുകയാണ് ഇസ്രായേലി സേന. എല്ലാ തരത്തിലുമുള്ള ആക്രമണങ്ങൾ നടത്തി ഹിസ്ബുള്ളയുടെ നെഞ്ചകം പിളർത്തുകയാണ് ലെബനനിൽ ഇപ്പോൾ ഇസ്രായേലി സേന.